ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസങ്ങളിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. ഇനി ഇതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാവുന്ന നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നതും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഉദ്ദേശം. അല്ലാഹു തആല നമുക്കത് ഉപകരിക്കുന്ന അറിവാക്കി മാറ്റി തരട്ടെ. നമുക്കറിയാം, ഈ ദിവസങ്ങളെ തൊട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സത്യം ചെയ്ത ദിവസങ്ങളാണ്. അല്ലാഹു തആല ഒരു വിഷയത്തെ തൊട്ട് സത്യം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, അല്ലാഹു തആല എന്താ പറയുന്നു, ആ പറയുന്നതൊക്കെ സത്യസന്ധമാണ്, അതിന് യാതൊരു അസത്യവും ഇല്ല. അല്ലാഹു തആല നമ്മൾ പറയുന്ന പോലെ സത്യമായിട്ടും ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറയേണ്ട ആവശ്യം ആർക്കില്ല. അല്ലാഹു തആലക്കുണ്ടോ? ഇല്ല. എന്നാൽ അല്ലാഹു തആല ചില വിഷയങ്ങളെ തൊട്ട് അല്ലാഹു തആല സത്യം ചെയ്യാറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരുപാട് സത്യങ്ങൾ കാണാം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ വൽഫജ്ർ വത്തീൻ വസ്സൈത്തൂൻ വത്തൂരി സീനീൻ, അങ്ങനെ ഒരുപാട് സത്യങ്ങൾ കാണാം. നമുക്കറിയാം, ഈ സത്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഏത് വിഷയത്തെ തൊട്ടാണോ അല്ലാഹു തആല സത്യം ചെയ്യുന്നത്, ആ വിഷയത്തിന് എന്തുണ്ട്? വളരെയധികം പ്രാധാന്യമുണ്ട്, പുണ്യമുണ്ട്, ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ കൂടിയിട്ടാണ് അല്ലാഹു തആല അങ്ങനെ ചില വിഷയങ്ങൾ തൊട്ട് എന്ത് ചെയ്യുന്നത്? സത്യം ചെയ്യുന്നത്. അത്തരത്തിൽ അല്ലാഹു തആല സത്യം ചെയ്ത പരിശുദ്ധമായ ദിവസങ്ങളാണ് ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ. വൽഫജ്റി വലയാലിൻ അശ്ർ വശ്ശഫഇ വൽവത്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ എല്ലാം അല്ലാഹു തആല സത്യം ചെയ്ത് അങ്ങനെ പോകലാണ്. ഇവിടെ പഠിച്ചോ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് പുറമൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. എന്താ? ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സത്യം ചെയ്യാനുള്ള വകുപ്പില്ല എന്നും കൂടി അത് ചോദിക്കുന്നുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. സത്യം ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ സംഗതിയിൽ സത്യം ചെയ്യാനുള്ള വകുപ്പില്ലേ? ഏത്? വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പൊ ദുൽഹജ്ജിലെ ഈ 10 ദിവസങ്ങളെ അല്ലാഹു തആല സത്യം ചെയ്യുകയും സത്യം ചെയ്യാനുള്ള പ്രസക്തി ഇതിലില്ലേ എന്ന് നമ്മോടെന്ത് അല്ലാഹു തആല ചോദിക്കുകയും ചെയ്യും. അപ്പൊ അത്രയും സത്യത്തിന് പ്രാധാന്യമുണ്ട്. അപ്പൊ അത്രയും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ദുൽഹജ്ജിലെ 10 ദിവസം എന്നാണ് മനസ്സിലാക്കുന്നത്. വലയാലിൻ അശ്ർ എന്നതുകൊണ്ട് ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും പറയുന്നത് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. അതല്ലാത്ത അഭിപ്രായങ്ങളും പലരും പറഞ്ഞവരുണ്ട്. പക്ഷെ ഈ അഭിപ്രായം അതല്ലാത്തതും ഇതിന്റെ കൂടെ പെടും എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ദുൽഹജ്ജിലെ 10 ദിവസങ്ങൾ അതിൽ നിന്ന് ഒഴിവാണ് അല്ല അതിൻ്റെ ഉദ്ദേശം. ചിലർ മുഹറം 10 ദിവസങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ദുൽഹജ്ജിന്റെ 10 എന്തുണ്ട്? അതിൽ ഉറപ്പാണെന്നാണ്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല തൗറാത്ത് വാഗ്ദാനം ചെയ്തപ്പോൾ 30 ദിവസത്തെ ആരാധന കർമ്മങ്ങളിൽ മുഴുകാൻ വേണ്ടി അല്ലാഹു തആല നിർദ്ദേശിച്ചു. അത് കഴിയാനായപ്പോൾ വഅദനാ മൂസ ബിസലാസിന ലൈലത്തിൻ ഫഅത്മംനാഹാ ബിഅശർ, ഒരു 10 ദിവസം കൂടി നിങ്ങൾ പ്രത്യേകിച്ച് എത്തിച്ച് ഇബാദത്തിലേക്ക് മുഴുകേണ്ടതുണ്ട്. 10 ദിവസം കൂടി നിങ്ങൾ അഡീഷണൽ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു 10 ദിവസങ്ങൾ. ആ 10 ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? ഒന്നുകൂടി ആരാധന കർമ്മങ്ങളിൽ മുഴുകണം എന്ന് അല്ലാഹു തആല നിർദ്ദേശം നൽകിയ ആ 10 ദിവസം ഏതാണ്? ഈ ദുൽഹജ്ജിലെ 10 ദിവസമാണ് എന്നുള്ളത്.
പരിശുദ്ധ ഖുർആനിൽ ഈ ദിവസങ്ങളെ അയ്യാമൻ മഅലൂമാത്ത് എന്നാണ് പറയപ്പെടുന്നത്. വളരെയധികം മാർക്ക് ചെയ്യപ്പെട്ട, നോട്ട് ചെയ്യപ്പെട്ട ദിവസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ടിക്ക് ചെയ്ത ദിവസങ്ങളെന്ന് പറയില്ലേ, വളരെയധികം പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത ദിവസങ്ങൾ എന്ന് വേണമെങ്കിൽ അതിനെ വിശദീകരിക്കാം. അയ്യാമൻ മഅലൂമാത്ത് എന്നാണ്. ആ അയ്യാമൻ മഅലൂമാത്ത് എന്ന് പറയുന്നതും ഈ 10 ദിവസങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ നമുക്ക് ഈ വർഷത്തിൽ കിട്ടുന്ന ദിവസങ്ങളിൽ വളരെ ഏറ്റവും ഇനി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ദിവസം അത്രയും പുണ്യമായ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് മാത്രം ഈ ദിവസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വിശദീകരിച്ചാൽ മതി. വളരെ സഹിയായ ഹദീസാണ്. എല്ലാ മനുഷ്യനിങ്ങനെ പ്രതിഫലം പറഞ്ഞിങ്ങനെ മോഹിപ്പിക്കുന്ന, കൊട്ടക്കണക്കിന് ഇങ്ങനെ ആഗ്രഹം ജനിപ്പിക്കുന്നതല്ല. വളരെ സഹിയായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഒരു ഹദീസ് മാത്രം മതി. അല്ലാഹു റസൂൽ പറയുന്നു, ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തുകൾ ഈ ദിവസം ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ വേറെ ഇല്ല എന്ന് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ അള്ളാഹു തആല ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ആ ഇബാദത്തോട് പഠിച്ചെന്തുണ്ട്? വലിയ ഇഷ്ടമുണ്ടാവും. പക്ഷെ അങ്ങനെ മനുഷ്യ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഇബാദത്ത് ഈ ദിവസം ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ വേറെ ഇല്ല, ഈ ദിവസത്തിലെ ഇബാദത്തിനേക്കാൾ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് പറയുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന നിസ്കാരമാകട്ടെ, അല്ലെങ്കിൽ അഡീഷണൽ ചെയ്യുന്ന സുന്നസ്കാരം, അല്ലെങ്കിൽ രാത്രി നിസ്കാരം, അല്ലെങ്കിൽ ഖുർആൻ പാരായണം, അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ ചെയ്യുന്ന നോമ്പ്, അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ ചെയ്യുന്ന ദിക്റുകൾ എന്തുമാകട്ടെ, ഇതിലെ ഓരോന്നും എന്താണ്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. ഇത് റസൂൽ പറഞ്ഞപ്പോ നബി തങ്ങളോട് ഒരു സംശയം ആര് ചോദിച്ചു? സഹാബികൾ ചോദിച്ചു. റസൂൽ ഇത്രയും പറയല്ലേ? അപ്പൊ സഹാബികൾ ഭയങ്കര അതിശയായി. അപ്പൊ സഹാബികൾ ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് ഇതിനേക്കാൾ പുണ്യമല്ലേ എന്ന് ആര് ചോദിച്ചു? സഹാബികൾ ചോദിച്ചു. കാരണം എന്താ? അവർക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവര് ഒന്നിരിക്കൽ ദീൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ദീനിന്റെ ദൈവത്തിന് വേണ്ടി ആവശ്യമുള്ളിടത്തേക്ക്, ആവശ്യമുള്ളിടത്തേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പൊ യുദ്ധത്തിന്റെ എല്ലാ പുണ്യങ്ങളും മനസ്സിലാക്കി യുദ്ധം പ്രാക്ടിക്കലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് സഹാബികൾ. അപ്പൊ അവര് ഏറ്റവും പുണ്യകർമ്മമാക്കി കണ്ട ഈ ഭാഗത്താണ് അത് യുദ്ധം. അപ്പൊ അത് വെച്ച് താരതമ്യം ചെയ്തുകൊണ്ട് ചോദിച്ചു, വല്ലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് ഇതിനേക്കാൾ പുണ്യമല്ല നബിയെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു റസൂൽ പറഞ്ഞ മറുപടി എന്താ? വല്ലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, യുദ്ധം ചെയ്യുന്ന ആൾക്ക് പോലും ഈ കൂലി ഇല്ല. ഈ കൂലി ഈ 10 ദിവസം എടുക്കുന്ന ഇബാദത്തിന്റെ കൂലി ഇല്ല. അപ്പൊ വീണ്ടും സ്വാഭാവികമായിട്ടും സഹാബികൾക്ക് അതിശയം വരാം. അപ്പൊ റസൂൽ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് കൊടുത്തു. ഇനി ഒരാള് യുദ്ധത്തിന് പോവാണ്, എങ്ങനെ പോവാ? അയാള് യുദ്ധത്തിന് പോകുന്നവർ പല രീതിയിലാ പോവാ. ചിലർ മുതലൊന്നും ഉണ്ടാവില്ല, തടിയേറ്റ് പോകും. ചിലർ യുദ്ധത്തിന് പോവില്ല, മുതൽ കൊടുക്കും. ചിലർ യുദ്ധത്തിന് പോയിട്ട് എന്ത് ചെയ്യും? ഒന്നീമന്തിട്ട് മടങ്ങി വരും. ചിലര് ഷഹീദാവും. ഇനി അല്ലാഹു റസൂൽ പറയാണ്, നിങ്ങൾ പറഞ്ഞ ഭാഷയിൽ ഞാൻ ഒന്ന് വിശദീകരിക്കുക. റസൂൽ പറയാണ്, വേണമെങ്കിൽ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കും. ആ രീതിയിൽ റസൂൽ പറഞ്ഞു, ഒരാൾക്ക്
അള്ളാഹു താല മുതൽ കൊടുത്തിട്ടുണ്ട്. ആ മുതൽ മുഴുവൻ അള്ളാഹു താല അയാൾ എന്ത് ചെയ്തു, മുഴുവൻ വിറ്റ് കാശാക്കി. ആ കാശ് മുഴുവൻ അയാൾ എന്ത് ചെയ്യണം, യുദ്ധത്തിന് വേണ്ടി, പോകുന്ന യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചു. അയാൾ മുഴുവൻ ആക്കി ഒരു മുതലും ബാക്കിയെടുക്കാനില്ല. മുഴുവൻ മുതൽ വിറ്റ് യുദ്ധത്തിന് വേണ്ടി എന്ത് ചെയ്തു, ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അയാൾ മുഴുവൻ മുതലും കൂടി ആ യുദ്ധത്തിന് വേണ്ടി ഫണ്ട് ചെയ്തു. അയാളും എന്ത് ചെയ്തു, യുദ്ധത്തിൽ പോയിട്ട് സജീവായി. അങ്ങനെ ശത്രുക്കളുമായി പടവെട്ടി പോരാടി. അയാൾ അങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് ഇട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു, ലാസ്റ്റ് ശത്രുവിന്റെ വെട്ട് കിട്ടിയപ്പോൾ അയാൾ ആ യുദ്ധക്കളത്തിൽ ഷഹീദായി. അയാൾക്ക് ഈ ദുൽഹജ്ജിലെ 10 ദിവസത്തെ ഇബാദത്ത് എടുക്കുന്ന ആളെ പുണ്യം ഉണ്ട് എന്നാണ് അത് പറഞ്ഞു. അതിന്റെ ഗൗരവം ആലോചിച്ചു. സഹീഹ് മുസ്ലിമിലെ ഹദീസ്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഒരു ദിക്റിയാളെ ചൊല്ലിയാൽ, ഒരു ജമാഅത്ത് ശ്രദ്ധിച്ചാൽ, ഒരു സുന്നത്ത് നമസ്കരിച്ചാൽ അത് എന്തില്ല, അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, വെറുതെ ആവൂല. അല്ലാഹു തആല അവിടെ ലയാലിൻ അശ്ർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ്. പിന്നെ അറേബ്യയിൽ പൊതുവെ എന്തുണ്ട്, അന്നത്തെ കാലത്ത് ദീനിന്റെ ദിവസങ്ങൾ പറഞ്ഞിടത്തൊക്കെ രാത്രിയാണ് അധികവും കണക്ട് ചെയ്ത് പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, രാത്രി ഒരു ദുശകുല സമയമായിട്ടാണ് ആര് കണ്ടിരുന്നത്, അറബികൾ കണ്ടിരുന്നത്. അല്ലാഹു തആല ദിവസം പറഞ്ഞിടത്ത് തന്നെ എന്തിനെ പ്രയോറിറ്റി കൊടുത്ത്, രാത്രിക്ക് പ്രയോറിറ്റി കൊടുത്തു. കാരണം രാത്രി എന്താണ്, ഒരു പിന്നെ ഭയപ്പെടുത്തുന്ന ദുശകുലത്തിന്റെ സമയം അല്ല. രാത്രി നല്ല സമയമാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന അടിമകളെ സംബന്ധിച്ചുള്ള രാത്രി വളരെയധികം വിലപ്പെട്ട സമയമാണ്. ചില മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചില മഹാന്മാരോട് ചോദിക്കണ്ടായി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് ചോദിച്ചപ്പോൾ ചില സൂഫിയാക്കൾ പറഞ്ഞ മറുപടി നേരം വെളുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിലെ ടെൻഷൻ എന്താ ചോദിച്ചപ്പോഴേ, കുട്ടികളെ കെട്ടിക്കാണ്ട് വീട് പണി മുഴുവനായിട്ടില്ല, എൻ്റെ അസുഖം മാറുന്നില്ല എന്നല്ല. എന്താ ചോദിച്ചത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് ചോദിച്ചപ്പോൾ നേരം വെളുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താ, രാത്രി നഷ്ടപ്പെടുകയാണെന്നുള്ളത്. അപ്പൊ രാത്രി എന്താണ്, വലിയൊരു ഇബാദത്തിന്റെ സമയം, നല്ല സമയമാണ് എന്നും കൂടി മനസ്സിലാക്കാനാണ് രാത്രിയെ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള കാരണം. അപ്പൊ ഈ ദിവസങ്ങൾ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനൊക്കെ മഹാന്മാരൊക്കെ അനുയായികളോട് പറയും, അന്ന് പറയുന്നത് ഈ 10 ദിവസങ്ങൾ എന്ത് ചെയ്ത് രാത്രി, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വിളക്ക് കത്തിക്കലാണല്ലോ. വിളക്ക് തീ പിടിപ്പിച്ച്, പഴയ കാലത്തൊക്കെ വിളക്ക് കത്തിക്കലല്ല. നമ്മളെ വീട്ടിലൊക്കെ ചിമ്മിനി വിളക്ക് ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മളെന്ത് ചെയ്യും, കിടക്കാൻ നേരത്തെ എന്ത് ചെയ്യും, അത് കിടത്തുന്നതാ, അല്ലെങ്കിൽ ഉറക്കത്തിന് എന്ത് ചെയ്യാൻ അപകടം സംഭവിക്കും. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്താ പറയുന്നത്, അന്ന് മഹാനവരുടെ കാലഘട്ടത്തിന് അനുയായികളെ വെച്ച് പറയും, നിങ്ങൾ രാത്രി ആരും ഈ 10 ദിവസം ചെയ്ത് വിളക്ക് കിടത്തരുത് എന്ന് പറയുമായിരുന്നു. നിങ്ങളാരും രാത്രി വിളക്ക് കിടത്തരുത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, ഉറക്കഴിച്ച് ഈ രാത്രികളൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്ന് പറയുമായിരുന്നു. അപ്പൊ സഹാബികളൊക്കെ രാത്രിയും പകലും ഈ ദിവസത്തെ എന്ത് ചെയ്തിരുന്നു, ഉപയോഗപ്പെടുത്തിയിരുന്നു. മഹാനായ പിന്നെ അതുകൊണ്ട് തന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പ്രമുഖനായ സഹാബിയാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് വളരെ കുറഞ്ഞ കാലത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ട് 2-3 കൊല്ലം കൊണ്ട് വലിയ പണ്ഡിതനായ സഹാബി. അപ്പോൾ ഇസ്ലാം പ്രവേശിച്ച് 2-3 വർഷം കൊണ്ട് തന്നെ ആലിമായ ഭയങ്കര തത്വചിന്തകനായ സഹാബിയാണ്. മഹാനൂർ പറയണം, ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, തസ്ബീഹും തഹ്ലീലും തക്ബീറൊക്കെ എന്ത് ചെയ്യാം, ഞങ്ങളിങ്ങനെ മാക്സിമങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട്
ചില പിന്നെ ഹിക്കായത്തിൽ കാണാം, അള്ളാഹു തആല തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള നല്ല സമയം ചോദിച്ചപ്പോൾ എല്ലാ സമയം പറ്റും, ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ സമയം അന്നത്തെ കാലത്ത് തന്നെ മൂസാ നബി അള്ളാഹുവിനോട് അപേക്ഷിച്ചപ്പോൾ അള്ളാഹു തആല പറഞ്ഞത് ഈ ദുൽഹജ്ജിലെ 10 ദിവസങ്ങൾ അതിനു വേണ്ടി ഉപയോഗിച്ചോളി എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി, നമ്മൾ വളരെ പുണ്യമായ ദിവസത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു മനസ്സിലാക്കേണ്ടത്, ഇനി കൂടുതൽ നന്മകൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അതന്നെ ഒരു ഇബാദത്താണ്. തെറ്റ് ചെയ്യാതെ എന്ത് ചെയ്യാ, പൊടിച്ചു നിൽക്കാന്നുള്ളത് എന്താണ് ഒരു ഇബാദത്താണ്. ഇന്ന് മനുഷ്യന് ഒഫരത്തിന് ഏറ്റവും പറ്റിയ സാഹചര്യങ്ങളും ടെക്നോളജിയുടെയും കാലമാണ്. നമുക്കറിയാം, മനുഷ്യനെ അശ്രദ്ധ വരാൻ ഏതൊരാളും, പിന്നെ പ്രായമുള്ളവരാണെങ്കിൽ അവർ മൂലക്കെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ പിന്നെ ക്ഷീണിച്ചിരിക്കേണ്ട ഒരു കാലമല്ല. പ്രായമുള്ളവർക്കും നേരം പോകാൻ പറ്റിയ സമയമുണ്ട്, ചെറുപ്പക്കാർക്കും നേരം പോകാൻ പറ്റിയ സമയമുണ്ട്, പെണ്ണുകൾക്കും നേരം പോകാൻ പറ്റിയ സാഹചര്യമുണ്ട്. എല്ലാത്തിനും ഇന്ന് സംവിധാനങ്ങളാണ്. അപ്പൊ ഈ സമയത്ത് അള്ളാഹുവിനെ അശ്രദ്ധമാകുന്നതിനെ തൊട്ട് പിടിച്ചു നിൽക്കുക എന്നുള്ളതിന്റെ ഇബാദത്താണ്. ഏറ്റവും കൂടുതൽ സംഗതി ശ്രദ്ധിക്കേണ്ടത്, ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും പറ്റുന്നല്ല, ഈ ദിവസങ്ങളിൽ ഇനി കൂടുതൽ നന്മ ചെയ്യാൻ കഴിയുകയും തിന്മയിലേക്ക് പോകാതിരിക്കാൻ നോക്കുക എന്നുള്ളത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. കുറെ നന്മ ഇബ്നു അബ്ബാസ് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഒരു മനുഷ്യൻ ധാരാളം തെറ്റ് ചെയ്യുന്നുണ്ട്, ധാരാളം നന്മയും ചെയ്യുന്നുണ്ട്. വേറൊരു മനുഷ്യൻ എന്താണ്, തെറ്റുകൾ നന്മകൾ കുറവാണ്, പക്ഷെ തെറ്റ് ചെയ്യണില്ല. മറ്റാളെങ്ങനെയാണ്, നല്ലോ ഇബാദത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് തെറ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പം ഇബ്നു അബ്ബാസ് എനിക്ക് രണ്ടാമത്തെ ആളെ ഇഷ്ടം. അയാൾ നന്മകൾ കുറവാണെങ്കിലും തെറ്റുകൾ കുറവാണ്. അപ്പൊ നന്മകൾ സ്വീകരിക്കുന്നതിന്റെ അടയാളാണ് തെറ്റുകളിൽ നിന്ന് എന്ത് ചെയ്യുക, മാറിക്കാൻ കഴിയാന്നുള്ളത്. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്യുന്നത് നന്മ ചെയ്യുമ്പോൾ നന്മ വേണ്ട രൂപത്തിൽ നമ്മളിൽ എഫക്റ്റ് ആവാത്തതുകൊണ്ടാണ്. നന്മ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് ആവുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യില്ല, തോന്നൂല. അപ്പൊ അള്ളാഹു തആലന് ഇബാദത്ത് എടുക്കുക, അത് അള്ളാഹു തആലക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വേണ്ടത്. മഹാനായ ഇബ്രാഹിം നബിയുടെ ഒരു വാക്കുണ്ട്, അത് ഭയങ്കര പ്രസക്തമാണ്, സൂഫിയാക്കളുടെ വാക്കാണ്. മുഴുവൻ നമുക്ക് വിശദീകരിക്കാൻ അർത്ഥമറിയില്ലെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇബ്രാഹിം നബി പ്രമുഖനായ ലോക പ്രശസ്തനായ സാഹിദാണ്. അവര് പറയുന്നത് കാണാം, അള്ളാഹുവിന് തെറ്റ് ചെയ്ത് എതിര് ചെയ്ത് തിന്മ ചെയ്ത് സ്വർഗത്തിൽ പോണേക്കാൾ എനിക്കിഷ്ടം അള്ളാഹുവിന് നന്മ ചെയ്ത് പഠിച്ചവൻ നരകത്തിട്ടാലും കുഴപ്പമില്ല. ഞാൻ നന്മ നല്ലോണം ചെയ്തിട്ട് പഠിച്ചവൻ ചെയ്തു, പിന്നെ എവിടെ ഇട്ടു, നരകത്തിലിട്ടു. അത് അവന്റെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കുറെ തെറ്റ് ചെയ്തിട്ട് പഠിച്ചവന്റെ സ്വർഗത്തിലിടാമെന്ന അതൊരു വഷളത്തിലാണ്. ഇത്രയും അനുഗ്രഹം നിയമത്തൊക്കെ ചെയ്തിട്ട് അവനക്ക് തെറ്റ് ചെയ്യാം, എന്ത് ചെയ്യാൻ പഠിച്ചവന്റെ ആസ്തി എന്ത് ചെയ്യാം, നമുക്ക് നമ്മളോട് എന്ത് ചെയ്യാം, തിരിച്ച് ഗുണം ചെയ്യാം. അപ്പൊ അള്ളാഹുവിനെ തെറ്റ് ചെയ്ത് പിന്നെ ജീവിക്കുക എന്നുള്ളത് എന്താണ്, വളരെ മോശമായ ഏർപ്പാടായിട്ടാണ് മഹാനായ ഇബ്രാഹിം നമുക്ക് കാണുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ ദിവസങ്ങളിൽ പാടെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ പോയിരുന്നു. അപ്പൊ കൂടെ നബിതങ്ങളുടെ കൂടെ ഒരു സഹാബിക്കുട്ടുണ്ടായിരുന്നു, ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്ന് പറയും. നോക്കൂ, നബിതങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ചെറിയ സഹാബി കുട്ടിയാണ്, പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ചെറിയ കുട്ടിയാണ് ആ സമയത്ത്. റസൂലുള്ളാഹിന്റെ കൂടെ വാഹനപ്പുറത്തുണ്ടായിരുന്നു. റസൂലയും ആ സഹാബിക്കുട്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ കുറച്ച് സ്ത്രീകൾ നബിയെ കണ്ടപ്പോൾ അതിനോട് സംശയങ്ങളുമായി ബന്ധപ്പെട്ട്
എന്ത് ചെയ്തു? ചോദിക്കണ്ടേ. റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ നോക്കൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ഈ കുട്ടി എന്ത് ചെയ്തു? ആ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി, പെണ്ണുങ്ങളെ നോക്കി. റസൂലുള്ളാഹി എന്ത് ചെയ്തു? കഴുത്ത് പിടിച്ചാണ്ട് ഇങ്ങനെ തിരിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. റസൂൽ എന്ത് ചെയ്ത്? അത് ആക്ഷൻ. കഴുത്ത് പിടിച്ചിരുന്നത് ഇങ്ങനെ തിരിച്ച്. അപ്പൊ തിരിയുന്നവന് തിരിയല്ലോ, എന്തിനാ ചെയ്യുന്നത്? അങ്ങനെ വീണ്ടും റസൂൽ എന്ത് ചെയ്യുന്നു? ആ സ്ത്രീകളോട് സംസാരിക്കുന്നു. അപ്പൊ ആ കുട്ടി വീണ്ടും എന്ത് ചെയ്ത്? അങ്ങോട്ട് നോക്കിയപ്പോ വീണ്ടും പിടിച്ചാണ്ട് ഇങ്ങോട്ട് തിരിച്ച്. എന്നിട്ട് പറഞ്ഞു, മോനെ അതൊരു അറഫാ ദിവസമാണ്, ഒരു അറഫാ ദിനായിരുന്നു. പറഞ്ഞു ആദാ യൗമൻ, പിന്നെ മൻ മലക ഫീ സംഉഹു വബസറു വലിസാനു ഉഫിറു. ഇന്നത്തെ ദിവസം നിനക്കറിയോ, ഇന്ന് ഒരു മനുഷ്യൻ അവന്റെ കേൾവിയെ, അവന്റെ കാഴ്ചയെ, അവന്റെ നാവിനെ നിയന്ത്രിച്ചാൽ തന്നെ അല്ലാഹു തആലക്ക് പുറത്ത് കൊടുക്കും. അപ്പൊ അറഫാ ദിനത്തിൽ നോമ്പാണ്, ക്ഷീണാണ്, ടയർഡാണ്, കിടന്നുറങ്ങിക്കോളി. എനർജിയുടെ സമയത്ത് ഉണ്ടായിരിക്കുന്നില്ല. എന്നാലും എന്ത് ചെയ്യണ്ട, നേരമാകാൻ വേണ്ടി മൊബൈൽ തോണ്ടിയാണ്ട് എന്ത് ചെയ്യണ്ട. നോമ്പോ നോറ്റ ക്ഷീണിച്ച് പിന്നെ നേരം പോകാൻ പിന്നെ കുറെ ന്യൂസ് നോക്കും, പിന്നെ കുറെ റീൽസ് നോക്കും, പിന്നെ വേറെ കോമഡി നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങനെ അങ്ങോട്ട് മരുവാൻ കൊടുത്ത് കിട്ടാൻ ചെയ്യണ്ട, ഇടങ്ങാറായി പണി എടുക്കണ്ട. അപ്പൊ ഒന്നുമില്ലെങ്കിൽ വെറുതെ ക്ഷീണിച്ച് കിടന്നാലും കുഴപ്പമില്ല. ഒരു അവന്റെ കണ്ണിനെ, അവന്റെ കാതിനെ, അവന്റെ നാവിനെ നിയന്ത്രിച്ചാൽ തന്നെ അല്ലാഹു തആല എന്ത് ചെയ്യും? അയാൾക്ക് പുറത്തു കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ആ സഹാബിയോട് പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന ദിവസങ്ങൾ യൗമു തർവിയാണ്, യൗമു അറഫയാണ്, പിന്നെ യൗമുൽ ഈദാണ്, പിന്നെ അയ്യാമത്ത് ശരീഅത്താണ്. ദുൽഹജ്ജ് 1 മുതൽ 7 വരെയുള്ള പുണ്യങ്ങളുടെ അത്ര പുണ്യം ദുൽഹജ്ജ് 8-ന് തർവിയത്തിന്റെ ദിവസത്തിനുണ്ട്. തർവിയത്തിന്റെ ദിവസം അടക്കമുള്ള 8 ദിവസങ്ങളുടെ പുണ്യം ദുൽഹജ്ജ് 9-ന്റെ അറഫാ ദിനത്തിന് ഉണ്ട്. അറഫാ ദിനത്തിന്റെ പുണ്യവും ദുൽഹജ്ജ് 8 വരെയുള്ള പുണ്യവും തുല്യമാണ്. അറഫാ ദിനത്തിന്റെ അതുവരെയുള്ള മുഴുവൻ പുണ്യങ്ങളും അത്രയും ശ്രേഷ്ഠത ദുൽഹജ്ജ് 10-ന് ഉണ്ട്. എന്ന് പെരുന്നാൾ മോശമായ ദിവസമല്ല. അതിനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്യാം? പെരുന്നാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉള്ളതൊക്കെ ബാത്തിലാക്കാൻ പാടില്ല. പെരുന്നാൾ കണ്ട് പൂത്തിരി എത്തിച്ചാൽ എന്ത് ചെയ്യും? അതിലുള്ളതൊക്കെ എന്ത് ചെയ്യും? ഒറ്റ ഔട്ടോടുകൂടി ഏതാണ്ട് എന്ത് ചെയ്യും? റമദാൻ മുഴുവൻ പൊട്ടിച്ചു കളയുന്ന രീതി നമുക്ക് വേണ്ട. അപ്പോ അതാണ്. മാത്രമല്ല, നമുക്ക് പെരുന്നാൾ യൗമു തർവിയ എന്ന് പറയുന്നത് പഴയ കാലത്ത് അറഫയിലേക്ക് മിനയിൽ നിന്ന് വെള്ളം ദുൽഹജ്ജ് 8-ന് കലക്ട് ചെയ്യും. തർവിയ വെള്ളം ശേഖരിക്കുക, ദാഹം തീർക്കാന്നുള്ളതാണ്. അപ്പൊ അറഫയിൽ അന്ന് വലിയ ചൂടാണ്, നിൽക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടുന്ന് വെള്ളമൊക്കെ കലക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് യൗമു തർവിയ. നല്ല അതിനുവേണ്ടി നന്നോ വരുന്ന ദിവസം, അത് പ്രധാനമുള്ള ദിവസം. പിന്നെ അറഫാ ദിവസം. ഒരിക്കൽ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു യഹൂദൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, അത് ഞങ്ങൾക്കെങ്ങാനും ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് പെരുന്നാൾ കഴിക്കുന്നു. ഉമർ ഖത്താബ് ഏതാണ് ആയത്ത് എന്ന് ചോദിച്ചു. പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന.
ഇന്നത്തെ ദിവസം നിങ്ങൾ ദീൻ പൂർത്തിയായി എന്ന് പറയുന്ന ഈ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ പള്ളിയിൽ നിന്ന് സഹാബികൾക്കിടയിൽ ഇന്നത്തെ ദിവസം ദീൻ പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോ ഇന്ന് ഈ ആയത്തോടു കൂടി ഇന്നത്തെ ദിവസം ദീൻ പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോ എല്ലാ സഹാബികളും സന്തോഷിച്ചു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നു കരയാൻ തുടങ്ങി. എല്ലാവർക്കും ദീൻ പൂർത്തിയായി കിട്ടിയില്ല, മുഴുവനായ അൽഹംദുലില്ലാ നമുക്ക് മുഴുവൻ ദീനും കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ എല്ലാവരും സന്തോഷിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് സിദ്ദീഖ് കരയുന്നത് എന്ന് വെച്ച് പറഞ്ഞു, ദീൻ പൂർത്തിയായില്ലേ, ഇനി എന്താ ഉണ്ടാവുക, ഇനി കുറവാണ്ടാകാം. മാത്രമല്ല ഈ ആയത്തോടു കൂടി ദീൻ പൂർത്തിയായെന്ന് പറഞ്ഞാൽ ഇനി റസൂലുള്ളാഹി വല്ലാതെ കാലം ജീവിച്ചിരിക്കാൻ ചാൻസ് ഇല്ല എന്നും കൂടി എന്തല്ലേ ഈ ആയത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു എന്നാലും പറഞ്ഞു. കാരണം ദീൻ പൂർത്തിയായ റസൂലുള്ളാഹി പോവല്ലോ. അപ്പൊ ദീൻ പൂർത്തിയായി പറഞ്ഞപ്പോ പൊട്ടിക്കറിയാൻ തുടങ്ങി ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഏതായാലും ആ ആയത്തിനെ കുറിച്ച് യഹൂദൻ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ പെരുന്നാൾ കഴിക്കും ഈ ആയത്ത് ഇറങ്ങിയ ദിവസം എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്കന്ന് പെരുന്നാൾ തന്നെയാണ്. കാരണം ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്ത് യൗമു അറഫ വയൗമുൻ നഹർ വഅയ്യാമുത് തശ്രീഖ് ഈദുനാ അഹ്ലുൽ ഇസ്ലാം. നമുക്ക് പെരുന്നാൾ, അറഫാ ദിനം, പെരുന്നാൾ ദിനം, അയ്യാമുത് തശ്രീഖിന്റെ 3 ദിനം, ഇതൊക്കെ ഞങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ പെരുന്നാളാണ് എന്ന് നബി തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ യഹൂദന് മറുപടി കൊടുത്തു. അപ്പൊ നമ്മളെ പെരുന്നാള് അറഫാ ദിനം മുതൽ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പെരുന്നാൾക്കുള്ള തക്ബീർ എപ്പോൾ തുടങ്ങൽ സുന്നത്തുണ്ട്. എപ്പോഴാ പെരുന്നാളിന്റെ തക്ബീർ തുടങ്ങൽ സുന്നത്ത്? അറഫാ ദിനത്തിന്റെ സുബ്ഹി മുതൽ, സുബ്ഹിസ്കാരം മുതൽ പെരുന്നാൾക്കുള്ള തക്ബീർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അറഫാ ദിനത്തിന്റെ സുബ്ഹിസ്കരിച്ചിട്ട് നമ്മൾ നിസ്കാര ശേഷമുള്ള തക്ബീർ ചൊല്ലും. പിന്നെ പെരുന്നാള്, പിന്നെ ദുൽഹജ്ജ് 11, 12, 13 എന്ന് പറഞ്ഞാല് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആ 3 ദിവസം 13ന്റെ അസർ വരെ നമുക്ക് എല്ലാ നിസ്കാര ശേഷം, സുന്നത്ത് നിസ്കാരമാകട്ടെ, ഫർദ് നിസ്കാരമാകട്ടെ, മയ്യത്ത് നിസ്കാരമാകട്ടെ, ഏത് നിസ്കാരമാകട്ടെ, അതിന്റെ ശേഷമൊക്കെ ഓരോ സുന്നത്തിന് ശേഷം തക്ബീർ ചൊല്ലല് സുന്നത്തുണ്ട്. മാത്രമല്ല ഈ തക്ബീർ എന്തുണ്ട്, പിന്നെ നിസ്കാരശേഷം മോക്കതായതുകൊണ്ട് ഈ തക്ബീറിന് പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരം സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലൽ ഒന്നുകൂടി സുന്നത്തുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില പള്ളിയിലൊക്കെ ഉസ്താദുമാർ എന്ത് ചെയ്യും, സലാം വീട്ടിയിട്ട് എന്ത് ചെയ്യും, തക്ബീർ ചൊല്ലും. ചിലര് തക്ബീർ കഴിഞ്ഞാൽ പിന്നെ ദുആ ഓർമ്മയ്ക്ക് എന്ത് ചെയ്യും, എണീച്ചു പോകും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യാ, ഇസ്തിഗ്ഫാറും ആയത്തുൽ കുർസിയും തസ്ബീഹും തഹ്ലീലും തക്ബീറൊക്കെ എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അതൊരു സുന്നത്താണ്. അത് ഈ ബലിപെരുന്നാളിന്റെ പ്രത്യേകതയാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ തക്ബീർ ചൊല്ലലാണ് സുന്നത്ത്. അതിന് വേറെ കൂലിട്ട്. അപ്പോ അറഫാ ദിനം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. പിന്നെ അല്ലാഹു തആല അന്നത്തെ ദിവസത്തെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട ഈ ഭാഗത്താണ്. നോമ്പ് നോക്കുക, കഴിഞ്ഞ കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കും, വരാൻ പോകുന്ന കൊല്ലത്തെ പാപങ്ങൾ. അപ്പൊ 2 കൊല്ലത്തെ പാപങ്ങൾ മോചനം കിട്ടുന്ന ഒരു നോമ്പാണ് അറഫാ ദിനത്തിലെ നോമ്പ്. വരാൻ പോകുന്ന കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആയുസുണ്ടാവുന്ന, അതാണ് ഇപ്പൊ നമുക്ക് ആയുസാണ് നമുക്ക് വേണ്ടത്. അതല്ല എന്താ അർത്ഥം? അതാണ് എല്ലാവരും പറയുന്നത്, നോമ്പ് പറ്റുകൊണ്ട് 1 കൊല്ലം കൂടി ഏത് കിട്ടും, ആയുസ് കിട്ടും എന്ന് പറയുമ്പോ എല്ലാവർക്കും ഇപ്പൊ എന്താ വെച്ചാൽ എനിക്കെന്ത് കിട്ടും എന്നുള്ളതല്ലേ.
അപ്പൊ ആയുസ് കിട്ടും. അത് ശരി തന്നെ, ജീവിച്ചിരിക്കണല്ലോ. പിന്നെന്താ, അടുത്ത കൊല്ലം അല്ലാഹു തആല പൊറുക്കപ്പെടുന്ന തിന്മകളെ അയാൾ ചെയ്യുള്ളൂ. തെറ്റ് ചെയ്യൂലെന്നല്ല, അഥവാ തെറ്റ് ചെയ്താൽ തന്നെ അല്ലാഹു തആല മഗ്ഫിറത്ത് കിട്ടുന്ന തെറ്റുകളെ അയാൾക്ക് സംഭവിക്കുള്ളൂ. അപ്പം പറഞ്ഞാൽ വളരെ സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഈ നോമ്പ്. കാരണം അതിന്റെ കബൂലിയത്ത് പോലാണ് ഉത്തരം കിട്ടുക. അതാ നോമ്പിന് എങ്ങനെയെങ്കിലും നേരം കഴിച്ചിട്ട് കാര്യമില്ല, കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല, ഒഫലത്ത് വരാതിരിക്കാൻ നോക്കണമെന്ന് പറയാൻ കാരണം പിന്നെന്താ, അല്ലാഹു തആല ഒരു ഹദീസ് നോക്കുങ്ങള് ഇങ്ങനെ പറയുന്നത്, മാമിൻ യൗമിൻ അക്സറു അൻ യഅതികല്ലാഹു അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ എന്നാണ്. അല്ലാഹു തആല ഇത്രയധികം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസവും ഇല്ല അറഫാ ദിനത്തേക്കാൾ. 360 ദിവസത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. റമദാനോടെ രേഖത്തൊക്കെ അത് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് നബി തങ്ങൾ ഇത് പറയുന്നത്. എന്ത്, അറഫാ ദിനത്തിനേക്കാളും അല്ലാഹു തആല ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസവും ഇല്ല എന്നാണ്. അപ്പൊ അത്രയധികം ആളുകളെ അറഫാ ദിനത്തിൽ അല്ലാഹു തആല മോചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, لا يبكي أحد من يوم عرفة في قلبه مثقال ذرة من إيمان إلا غفر الله له. ഈ ഹദീസ് വളരെ ശ്രദ്ധിക്കണം. ഒരു കടുക് മണിയുടെ ഈമാൻ ഉള്ളിലുള്ള ഒരാൾ പോലും പടച്ചോനെ എനിക്ക് പുറത്തു കൊണ്ടാന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്നാണ്. അപ്പൊ ഈമാന്റെ 100 കൊട്ടക്കണക്കിന് ഈമാനുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞാൽ സ്വീകരിക്കുന്നില്ല. ഈമാന്റെ ഒരു പൊടി അയാൾക്കുണ്ടെങ്കിൽ, കടുക് മണി എന്ന് പറഞ്ഞു, ഒരു ഈമാന്റെ പൊടി അയാൾക്കുണ്ടെങ്കിൽ പഠിച്ചോനെ ഈ ദിവസത്തിൽ പുറത്തു കൊണ്ടാന്ന് ആ ഉള്ള പൊടിയുള്ള ഈമാൻ വെച്ചത് എന്നാലും അല്ലാഹു തആലക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. ഇല്ല ഓഫർ അല്ലാഹുലോ ലാനോ യാഫറുഹു എന്നല്ല, പുറത്തു കൊടുത്തേക്കാം എന്നല്ല, ഗ്യാരണ്ടി അവർ ഇല്ലട്ട് പറഞ്ഞാൽ ഇല്ല ഓഫർ അല്ലാഹുലോ, അല്ലാഹു തആലക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. അതിനെന്ത് വേണം, ഒരു കടുക് മണിന്റെ ഈമാനെങ്കിലും നമ്മളെത്തുണ്ടായാൽ മതി. അപ്പൊ ആ ദിവസവും അത്രയധികം ഉപയോഗപ്പെടുത്തിയ ദിവസമാണ് ഖൈറു ദുആ അറഫ. മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ് എന്ന് ഹദീസിൽ കാണാം. അന്നത്തെ പ്രാർത്ഥന അല്ലാഹു പ്രാർത്ഥിക്കുന്ന ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന. എന്നാൽ അല്ലാഹു നബി പറയാം, ഞാനും എല്ലാ മുൻകാല പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് നല്ലൊരു പ്രാർത്ഥനയാണ് എന്ന് നബി തങ്ങൾ സഹാബത്ത്. ഇത് നല്ലോണം വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. അത് 10 പ്രാവശ്യം ചെല്ലാൻ തന്നെ ഒരു അടിമനെ മോചിപ്പിച്ച കൂലിയാന്ന് സഹീഹ് ഹദീസുണ്ട്. 10 പ്രാവശ്യം അടിമനെ മോചിപ്പിച്ച കൂലി എന്താ? അടിമക്ക് എന്തുണ്ട്? കൈയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ പോയാലോ. എന്നാൽ ഒരു അടിമനെ മോചിപ്പിച്ച ആ അടിമനെ മോചിപ്പിച്ചതിന് പകരം അല്ലാഹു തആല നരകത്തിൽ നിന്ന് ഇയാളെ മോചിപ്പിക്കുന്ന, അയാളുടെ ഓരോ അവയവത്തിനും പകരം ഇയാളെ അല്ലാഹു തആല മോചിപ്പിക്കുന്ന. അടിമനെ ഫുള്ളായാൽ ഇയാളെ ഫുള്ള് ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ശരീക 10 വട്ടം ചൊല്ലിയാൽ ഒരടിമനെ മോചിപ്പിച്ച കൂലിയുണ്ട്. അപ്പൊ അത് അറഫാ ദിനത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോ ചില സഹാബികൾ ചോദിച്ചു, അല്ല റമിയെ, ഇതൊക്കെ അറഫയിൽ നിൽക്കുന്ന ആളുകൾക്കുള്ള പുണ്യമാണോ? ഇതൊക്കെ അറഫയിൽ പോയിട്ട് മെനക്കെട്ടോടെ പോയി നിൽക്കുന്ന, അറഫാത്തിൽ നിൽക്കുന്ന ആളുകൾക്കല്ലേ ഞങ്ങൾക്ക് ബാധകമാണോ? ഞങ്ങൾക്കൊക്കെ ഇതിന്റെ കൂലി ഉണ്ടാവോ എന്ന് വെച്ചല്ല. അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല
ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും ഇതെല്ലാം ബാധകമാണ്. ഈ ഗുണങ്ങളൊക്കെ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കിട്ടും എന്നാണ് അവർ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പെരുന്നാൾ ദിനമാണ്, അത് കഴിഞ്ഞാൽ അയ്യാമത്തെ ശരിക്കാണ്. അപ്പോൾ ഏറ്റവും സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ ദിവസമാണ് പെരുന്നാൾ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കർമ്മമാണ് ഉളുഹിയ്യത്ത്. ഒരു വീട്ടിൽ ഒരാളെങ്കിലും കഴിവുള്ളവൻ അറുത്താൽ വീട്ടുകാരെല്ലാവരുടെയും കറാഹത്ത് ഒഴിവാകും. 7 വിഹിതം കൂടിയാലും മതി, കഴിവുണ്ടായിട്ട് ധരിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് കഴിവുണ്ടെങ്കിൽ ഒരു കന്നിൻ്റെ 7 വിഹിതത്തിൽ കൂടാൻ കഴിവുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകാൻ നോക്കരുത്. പറ്റണമാര് എന്ത് ചെയ്യുക, പങ്കെടുക്കുക. ഒരു ഹദീസിൽ കാണാം, മൻ വജദ സഅതൻ യുളഹ ഫലം യുളഹ ഫലാ യഹ്ദുർ മുസല്ലാന. ഉളിയത്തിനുള്ള എല്ലാ കഴിവും അല്ലാഹു തആല കൊടുത്തിട്ട് ഉളിയത്തിൽ പങ്കെടുക്കാതിരിക്കുന്നവൻ എൻ്റെ കൂടെ നിസ്കരിക്കാൻ വരണ്ട എന്ന് ഒരു ഹദീസുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ കടങ്ങളൊക്കെയിലല്ല, നമ്മൾ അന്നത്തെ ചെലവും വസ്ത്രവും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിവുണ്ടെങ്കിൽ കൂടി കൊടുക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹ് അമലാക്കി സ്വീകരിക്കട്ടെ. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ട് നമ്മുടെ ഹൃദയം പ്രകാശിക്കാൻ കാരണമാകുന്ന ദിവസമാക്കി അല്ലാഹു തആല മാറ്റട്ടെ.